മെട്രായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. ആരാധനയുമായിട്ടുള്ള ചിന്തകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്. പ്രത്യേകിച്ചും യേശു നമ്മളോടൊപ്പമുള്ള നമ്മുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ആരാധനയിൽ എങ്ങനെയാണ് ദൈവസാന്നിധ്യം അനുഭവിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ സംസാരിച്ചത്. നമ്മുടെ ബന്ധം കർത്താവുമായി വരുമ്പോഴാണ് അവിടെ ഉണർവ് വരുന്നത്. അവിടെ നമ്മൾ ഒരുക്കത്തോടുകൂടി പോകണം, വിശുദ്ധിയോടെ ആരാധിക്കണം, നമ്മളെ തന്നെ ഓഫർ ചെയ്യണം എന്നുള്ള ചിന്തകൾ പറഞ്ഞു. നിങ്ങളത് പ്രീവിയസ് ആയിട്ടുള്ള എപ്പിസോഡ് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആരാധനയിലുള്ള വെളിപ്പാടിനെ കുറിച്ചാണ്. ആരാധനയിൽ എന്താണ് വെളിപ്പാട് എന്നൊക്കെ നിങ്ങൾ പലപ്പോഴും ചോദിച്ചേക്കും. ബൈബിളിലെ 1-2 ഇൻസിഡൻറ്റ് മാത്രം അതുമായിട്ട് കോട്ട് ചെയ്ത് നമ്മളതിലെ ഒരു കൺക്ലൂഷനിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പുതിയ നിയമത്തിലെ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിലെ പരിശുദ്ധാത്മാവ് പൗലോസിനോടും കൂട്ടരോടും ഒക്കെ സംസാരിച്ചു. ആസിയയിൽ വചനം പ്രസംഗിക്കരുത് എന്ന് പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞിട്ട് അവർ ഫ്രുഗ്യയിലും ഗലാത്തിയിലും കൂടി സഞ്ചരിച്ചു. ആ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിലാണ്. അവർ മ്യൂസിയയിലെത്തി ബിഥുന്യയ്ക്ക് പോകാനായിട്ട് ഭാവിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് സമ്മതിച്ചില്ല. എന്നിട്ട് അവിടെ ത്രോവാസിലെത്തി. എന്നിട്ട് അവിടെ നിന്ന് മക്കെദോന്യയ്ക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. ഇങ്ങനെ അവസാനം അവർ അവിടെ നിന്നൊക്കെ കടന്ന് പരിശുദ്ധാത്മാവ് അവർക്ക് ഗൈഡ് ചെയ്യായിരുന്നു. അവരവസാനം ഫിലിപ്പിയിൽ എത്തി. അവിടെ ചില ഇൻസിഡൻറ്റ് ഒക്കെ ഉണ്ടായത് നമുക്കറിയാം. 16-ാം അധ്യായത്തിൽ ഒരു ബാല്യക്കാരി ലക്ഷണം പറഞ്ഞു വരുന്ന ബാല്യക്കാരിയോട് ഭൂതത്തെയൊക്കെ ഒഴിപ്പിക്കുകയും അങ്ങനെ അവരുടെ ലാഭത്തിൻ്റെ ആശയൊക്കെ പൊയ്പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ചുരുക്കത്തിൽ അവരെ പിടിച്ച് കാരാഗൃഹത്തിൽ അടപ്പിച്ചു. ഇവിടെ പരിശുദ്ധാത്മാവ് പറഞ്ഞ് യാത്ര ചെയ്തിട്ട് എനിക്കത് വായിച്ചപ്പോഴൊരു വലിയൊരു ചിരിയാണ് വന്നത്. പരിശുദ്ധാത്മാവ് പറഞ്ഞ് അവരെ യാത്ര ചെയ്യിപ്പിച്ചിട്ട് അത് എൻഡ് ചെയ്ത് ഇപ്പം കാരാഗൃഹത്തിലാണ് അല്ലേ? നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ദൈവം ഇങ്ങനെയാണോ ചെയ്യുന്നത്? ദൈവം നമ്മളെ ഗൈഡ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് വിടുമ്പോഴേ അവൻ്റെ എൻഡ് ചെയ്യുന്ന കാരാഗൃഹത്തിലാണോ എന്ന് പലപ്പോഴും ചിന്തിക്കും. ആദ്യ നൂറ്റാണ്ടിൽ സുവിശേഷം വ്യാപിച്ചു വരുന്ന സമയങ്ങളിൽ ഒരുപാട് പീഡനത്തിൽ കൂടിയും പ്രയാസങ്ങൾ കൂടിയും അപ്പോസ്തലന്മാർ കടന്നുപോയി. അപ്പോഴവിടെയൊക്കെ ദൈവത്തിൻ്റെ വലിയ മിറക്കിള് അവിടെയൊക്കെ ഉണ്ടായി. അനേകം ആളുകൾ കർത്താവിനെ അറിഞ്ഞു. വിശ്വാസികൾ അന്ന് യേശുവിലുള്ള വിശ്വാസമൊന്നും ഇല്ലല്ലോ. യഹൂദന്മാർ ന്യായപ്രമാണത്തിൽ വിശ്വസിച്ചിരുന്നു, എന്നാൽ അവർ കർത്താവിനെ അറിഞ്ഞു. പലരും സമൂഹത്തിൻ്റെ മേലേക്കടയിലുള്ളവരും ഈവൻ ഭരണാധികാരി വരെയും ദൈവത്തെ അറിയുവാനായിട്ട് കാരണമായി തീർന്നു എന്ന് നമുക്കറിയാം. എന്തായാലും അവരെ പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ജയിലിലിട്ടു. ഇനിയാണ് നമ്മൾ ചില കാര്യങ്ങൾ കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തി 16-ന്റെ 25-26 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അർദ്ധരാത്രി പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരും ചങ്ങല അഴിഞ്ഞു. പിന്നീടുള്ള സംഭവങ്ങൾ നമുക്കറിയാം. ഞാൻ ഈ 2 വാക്യം എടുക്കാനുള്ള കാര്യം, ഇവിടെ സർക്കംസ്റ്റൻസ് എല്ലാം ഡിഫിക്കൽട്ടാണെങ്കിലും നമുക്കറിയാം തടവിനകത്ത് തടവിലാണ് കൊണ്ടാക്കിയിരിക്കുന്നത്. പുറമേയുള്ള ആളുകൾ അകത്തെ തടവിലാക്കിയിരിക്കുകയാണ്. അവിടെ കാലെല്ലാം യാമത്തിലിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഡിസ്ട്രിക്റ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് കളക്ടറാണ് ഓർഡർ ഇട്ടിരിക്കുന്നത്. പിറ്റേ ദിവസം അവരെ കോടതിയിൽ ഹാജരാക്കേണ്ടതാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ പിറ്റേ ദിവസം അവരെ കോടതിയിൽ ഹാജരാക്കേണ്ടതാണ്. അതുകൊണ്ട് അവരെ പിടിച്ച് തടവിലാക്കിയിരിക്കുമ്പോഴേ അവർ കോടതിയിൽ പിറ്റേ ദിവസം ഇല്ല, അവരവിടെ നിന്ന് പോയെന്ന് പറഞ്ഞാൽ കാരാഗൃഹ പ്രമാണി, ചീഫ് ഓഫ് ദ പ്രിസണിൻ്റെ ചീഫായിട്ടുള്ള DGP ലെവലിലുള്ളവൻ അവനെ ആൻസർ പറയണം, അല്ലെങ്കിൽ അവനെ അന്നത്തെ നിയമം അനുസരിച്ച് അവനെ കൊന്നുകളയും. അതുകൊണ്ട് പേടിച്ച് അവരെ അകത്തെ ഉള്ളിൽ തടവിലാക്കി പുറത്ത് പല സ്റ്റെപ്പുകളായിട്ട് തടവുകാരെ 1, 2, 3 സ്റ്റെപ്പുകളായിട്ട് ഈ തടവുകാർക്ക് കാവൽ നിർത്തി അവരെ ഇട്ട് പൂട്ടിയിരിക്കുകയാണ്. രാത്രിയിൽ ആരാധിച്ചു.
ഈ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ ആരാധിക്കാനായിട്ടുള്ള ദൈവകൃപ എങ്ങനെയാണ് അവർക്ക് വന്നേ? നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഉദ്ദേശം. കാരണം അവരെ നടത്തിയത് ആരാണെന്ന് അവർക്കറിയാം. അകത്തിരിക്കുന്ന മനുഷ്യൻ അല്ലെങ്കിൽ അകമേയുള്ള മനുഷ്യൻ ബലപ്പെട്ടാലേ ഈ പുറമെ എന്ത് സംഭവിച്ചാലും നമുക്ക് യാതൊരു വറിയും വരത്തില്ല. ഹലോ, ശ്രദ്ധിക്കുക, ഒന്നും കൂടെ ഞാൻ പറയാം. അകത്തെ മനുഷ്യൻ നല്ല രീതിയിൽ ബലപ്പെട്ടാൽ പുറമേയുള്ള മനുഷ്യന് എന്ത് സംഭവിച്ചാലും അവിടെ എല്ലാം ആരാധന നടക്കും. പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട് അവരിറങ്ങി പുറപ്പെട്ടെ. ആസിയെ പോരെന്ന് പറഞ്ഞ് പല വഴികളിൽ കൂടി പോയി അവസാനം ഈ തടവിലേക്ക് എത്തിയത് പരിശുദ്ധാത്മാവ് പറഞ്ഞത് ദൈവത്തിനൊരു പർട്ടിക്കുലർ പർപ്പസ് ഉണ്ട് അതിൽ കൂടി കടത്തിവിടാൻ. അതിനുവേണ്ടിയാണ് അവരെ ദൈവം ആ രീതിയിൽ കൊണ്ടുവന്നത്. എക്സ്റ്റേണലായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഒന്നും അവരെ ഒന്നും ബാധിക്കത്തില്ല. ഇന്ന് പലപ്പോഴും അതാണ്, നമ്മൾ ഈ ശരീരത്തിൻ്റെ കാര്യം, ഈ ലോകത്തിലുള്ള നമ്മുടെ കാര്യത്തെ പറ്റിയും നമ്മൾ ഇത്തിരി വറീഡാണ്. നമ്മൾ തന്നെ പലതും പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക, ഇന്നത് ചെയ്യണം കാരണം നമ്മുടെ ജീവിതം അങ്ങനെയാണല്ലോ, ഒരു പ്രോഗ്രസ്സിൻ്റെ ജീവിതമാണ്. അതായത് നമ്മളതനുസരിച്ച് പലതും പ്രോഗ്രസ് ചെയ്യും. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പ്രോഗ്രസ് ചെയ്യും. എന്നാലും ചിലപ്പോൾ നമ്മൾ അവിടെയൊക്കെ പോയി ഒന്ന് ഫെയിലാവുമ്പോൾ അയ്യോ അവിടെ ഇരുന്നോട്ട് നിലവിളിക്കും, കരയും. ദൈവമേ, നിൻ്റെ മകനല്ലേ ഞാൻ, നിൻ്റെ മകളല്ലേ ഞാൻ നീ പറഞ്ഞ പോലെയല്ലേ ചെയ്ത്, എനിക്കെന്താ ഇത് വന്നത്? എന്നാൽ അവിടെ നിന്ന് കരയുകയല്ല ചെയ്യേണ്ടത്. അവിടെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുക, മഹത്വപ്പെടുത്തുക. നീ സകലത്തെയും നിർമ്മിച്ചവനും ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നവനും നീ അങ്ങനെ ഒരു കർത്താവായിരിക്കുന്നതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാൽ അവിടെ വലിയ അത്ഭുതം കാണും. ഇവിടെ എന്താ സംഭവിച്ചത് നമുക്കറിയാം. വലിയൊരു ഭൂകമ്പം ഉണ്ടായി. അവർ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. ദൈവത്തെ പാടി സ്തുതിക്കാനായിട്ട് കൈയും കാലും ചങ്ങലയിലിട്ടിരിക്കുമ്പോഴേ ദൈവത്തെ പാടി സ്തുതിക്കാനായിട്ട് എങ്ങനെ പറ്റത്തില്ല, ആർക്കും പറ്റത്തില്ല. നിങ്ങൾ നിരാശയുടെ പടുകുഴിയിലിരിക്കുമ്പോൾ, നിങ്ങൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മരിച്ചു പോകുമെന്ന് ഡോക്ടർ വിധി എഴുതിയപ്പോഴേ, ക്യാൻസറിൻ്റെ റേഡിയേഷനും കഴിഞ്ഞു, ഇനി യാതൊരു നിർവാഹവും ഇല്ല, ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങളുടെ ജീവൻ പോകുമെന്ന് പറഞ്ഞപ്പോഴേ, അല്ലെങ്കിൽ നിങ്ങളെ ഒരു 2-3 ദിവസത്തിനകത്ത് നിങ്ങളുടെ ബ്രെയിൻ ഡെത്ത് വരും, നിങ്ങൾ ഇനി യാതൊരു നിർവാഹവുമില്ല എന്ന് പറയുമ്പോഴേ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുവാനായിട്ട്, കർത്താവെ ഈ മുള്ളുകൾക്കായിട്ട് സ്തോത്രം എന്ന് പറയുവാനായിട്ട് ദൈവം കൃപയൊരുക്കുന്നെങ്കിൽ, ദൈവത്തെ ആരാധിക്കാനായിട്ട് സർവ്വം ഉണ്ടാക്കിയ ദൈവം എന്നെക്കുറിച്ച് നല്ലതുപോലെ തന്നെ അറിഞ്ഞാണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കി ആരാധിക്കാനായിട്ട് ഇടവന്നാൽ ഈ ചങ്ങലകളെല്ലാം അഴിയും, ഇതെല്ലാം മാറിപ്പോകും. ദൈവത്തിൻ്റെ ഉദ്ദേശം, ദൈവത്തിൻ്റെ മിഷന് വേണമെങ്കിൽ അതല്ല, ദൈവത്തിൻ്റെ മിഷൻ ഇവിടെ നടക്കണവരെ കൊണ്ട്. അതാണ് അവിടെ നടന്നത്. എന്താണ് സംഭവിച്ചത്? വലിയൊരു ഭൂകമ്പം ഉണ്ടായി, ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗ്രഹപ്രധാനി ഉറക്കമുണർന്നു. ഈ ഭൂകമ്പം ഉണ്ടായപ്പോൾ ചങ്ങലക്കാർ ഓടിപ്പൊക്കളഞ്ഞു എന്ന് ചിന്തിച്ചുകൊണ്ട് വാളൂരി കൊല്ലുവാൻ ഭാവിച്ചപ്പോഴേ പൗലോസ് പറയാണ്, നിനക്കൊരു ദോഷവും വരുത്തരുത്, ഞങ്ങളാരും ഇവിടുന്ന് പോയിട്ടില്ല, ഞങ്ങൾ രക്ഷപ്പെടാൻ നോക്കി നടക്കുന്നവരൊന്നുമല്ല, ഞങ്ങളെ നിങ്ങൾ പിടിച്ചു, ശരിയാണ്, എന്നാൽ അത് നിങ്ങളെ റെസ്പോൺസിബിലിറ്റിയാണ്, അത് നിങ്ങൾ പിടിച്ചത്. ഞങ്ങളതുകൊണ്ട് നിന്ന് ഓടി രക്ഷപ്പെടാനൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല, ദൈവം ഞങ്ങളെ വിടുവിച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഉടൻ തന്നെ അടുത്ത ചോദ്യമാണ്, യജമാന്മാരെ രക്ഷപ്രാപിപ്പാൻ എന്താണ്? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുക. എന്നിട്ട് അവിടെ വലിയൊരു സ്നാനം നടന്നതായിട്ട് കാണും. ഞാൻ എന്താ ഇത് പറയാൻ ആഗ്രഹിച്ചത്? ആരാധിക്കുമ്പോഴേ അവിടെ ഒരു വെളിപ്പാട് വരികയാണ്. ഇവിടെ എന്താണ് വന്ന വെളിപ്പാട്? ദ പ്രോഗ്രസ് ഓഫ് ദ ഗോസ്പൽ. ഈ തടവിലാകുകയും ഇവിടെ വരികയൊക്കെ ചെയ്തത് പിറ്റേ ദിവസമൊക്കെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലൊക്കെ നീങ്ങി പറയുകയാണ്. മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലൊക്കെ നിന്ന് കർത്താവിനെ സാക്ഷിപ്പാനായിട്ടുള്ളൊരു അവസരം പൗലോസിനും ശീലാസിനും കൊടുക്കുകയും അവിടെ വലിയ വിടുതലുകൾ വരികയും ചെയ്തത് ആരാധനയിലാണ് വന്നതെന്ന് മനസ്സിലാക്കുക. അവിടെ നമ്മുടെ ജീവിതത്തിൽ ആരാധനയിലെ ഈ വെളിപ്പാടുകൾ വരേണ്ട ഏറ്റവും ആവശ്യമാണ്. എൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ആരാധനയിൽ കൂടി വെളിപ്പെട്ട് വരണം. അല്ലാതെ ആരെങ്കിലും ഒരു ദൈവദാസൻ അത് പറഞ്ഞു അത് ചെയ്യണമെന്നല്ല. നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തോട് ആലോചന ചോദിച്ച് ആലോചന വാങ്ങിച്ച് ചെയ്യണം. അവിടെയാണ് ദൈവം വെളിപ്പെടുന്നത്, ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള ആരാധന. യെശയ്യാവിൻ്റെ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെ ഒരു ആരാധനയുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ്. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിലിരിക്കുന്ന ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്ന് ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു.
ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമി അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് ആർത്ത് പറഞ്ഞവൻ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പൂവുകൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫുകൾ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടൊരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ച് എൻ്റെ അടുക്കൽ വന്നു. അതിൻ്റെ വായ്ക്ക് തൊടുവിച്ചു, ഇത് നിൻ്റെ അതരങ്ങളെ തൊട്ടതിനാൽ നിൻ്റെ അകൃത്യം നീങ്ങി നിൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടത്, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. യെശയ്യാവ് 6:1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ഇവ കാണുന്ന ദർശനത്തിൽ ഒരു ആരാധന ഇവിടെ അടങ്ങിയിരിക്കുകയാണ്. ഈ സാറാഫുകൾ ദൈവത്തെ ആരാധിക്കുകയാണ്. ദൈവം പരിശുദ്ധനാണ്, പരിശുദ്ധനാണ്, സർവ്വഭൂമിയും ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ആരാധനയെ ദർശിച്ചു കഴിഞ്ഞപ്പോഴേ യെശയ്യാവിന് ഉള്ളിലൊരു വലിയ ബോധ്യം തോന്നുന്നു. അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളൊരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. സെൽഫായിട്ടുള്ള ഒരു തിരിച്ചറിവ്, ഒരു വെളിപ്പാട് ആരാധനയിൽ വരികയാണ്. ഞാൻ ആരൊക്കെയോ ആണ് എന്നാണ് എൻ്റെ ചിന്ത. ഞാൻ എന്തൊക്കെയോ ആണ്. ഞാൻ വലിയ ജോലി ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കീഴിൽ ഇന്ന ആൾ ഇത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഐ ആം പ്രൗഡ് ഓഫ് മീ. ശരിയാണ്, നിങ്ങൾ ഈ ലോകപ്രകാരം യു ആർ പ്രൗഡ്ഫുൾ ആയിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധിക്കാനിരിക്കുമ്പോഴേ ദൈവത്തിൻ്റെ വെളിപ്പാട് നിങ്ങൾക്ക് വരികയാണ്. ഇതാണ് വെളിപ്പാട്. അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ ഉള്ളിനെക്കുറിച്ച് എൻ്റെ ഉൾക്കാഴ്ച ദൈവത്തിൻ്റെ വിശുദ്ധിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേ എനിക്ക് യാതൊരു വിശുദ്ധിയുമില്ലല്ലോ എന്നുള്ള ചിന്ത ഇവിടെ ആരാധനയിൽ വരികയാണ്. ഈ ആരാധനയിൽ ഉണ്ടാകുന്നൊരു വെളിപ്പാടാണ് സെൽഫ് റിയലൈസേഷൻ. നമ്മുടെ കുറവുകളെക്കുറിച്ചുള്ളൊരു ചിന്തയും അറിവും ആരാധനയിൽ ദൈവം കാണിച്ചു തരും. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ആരാധിക്കുമ്പോഴേ നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള ബോധ്യം, അനേകം വർഷങ്ങളായി കെട്ടിയിട്ടിരിക്കുന്ന ചില പാപങ്ങൾ നമുക്ക് പോലും അറിയത്തില്ല, നിങ്ങൾക്കറിയത്തില്ല. നിങ്ങളെ ശാപഗ്രസ്തമാക്കിയിരിക്കുന്നതായിരിക്കാം, നിങ്ങളെ അൺഫോർഗീവ് ആക്കിയിരിക്കുന്നതായിരിക്കാം, നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയാക്കിയിരിക്കുന്നതായിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള നിങ്ങൾ പോലും മറന്നിരിക്കുന്ന ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവി ആരാധനയിലാണ് നിങ്ങളെ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആരാധനയ്ക്ക് പ്രാധാന്യമുണ്ട്. ദർസ് ദ പവർ ഓഫ് വർഷിപ്പ്. അതാണ് ദ പവർ ഓഫ് വർഷിപ്പ് എന്ന് പറയുന്നത്. ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. ഉടൻ തന്നെ എന്നെക്കുറിച്ച് റിയലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ ദൈവത്തിൻ്റെ വലിയൊരു ശുശ്രൂഷ അവിടെ വരികയാണ്. എന്താണ്? ദൈവം നിന്നെ ശുദ്ധീകരിക്കുകയാണ്. സാറാഫുകൾ ഒരുവൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് തീക്കനലെടുത്ത് എൻ്റെ അടുക്കൽ പറന്നു വന്ന് അതിൻ്റെ വായ്ക്ക് തൊടുവിച്ചു, എൻ്റെ അതരങ്ങളെ തൊട്ടതിനാൽ നിൻ്റെ അകൃത്യം നീങ്ങി പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. യു ആർ ക്ലെൻസ്ഡ്. ഇവിടെ എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. യേശുവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ വന്നപ്പോഴേ അവൻ നിന്നെ ശുദ്ധീകരിച്ചിരിക്കുകയാണ്. പൂർണ്ണമായിട്ടൊരു വിടുതൽ നിനക്ക് തന്നിരിക്കുകയാണ്. നീ ഇപ്പോൾ ശുദ്ധിയുള്ളവനായി തീർന്നു. നിൻ്റെ പാപത്തെക്കുറിച്ച് റിയലൈസ് ചെയ്തപ്പോഴേ ദൈവം അനുതാപത്തോട് ദൈവസന്നിധിയിൽ ഇരുന്നപ്പോഴേ ദൈവം നിന്നെ ശുദ്ധീകരിച്ചു. ശുദ്ധീകരിക്കുക മാത്രമല്ല, ആരാധനയിൽ അവിടെ ഒരു വെളിപ്പാടുണ്ടായി. ദർ ഇസ് ആൻ ഔട്ട്ലുക്ക് ടുവേഴ്സ് യുവർ ഫ്യൂച്ചർ. നിൻ്റെ ഭാവിയെക്കുറിച്ച് വലിയൊരു വെളിപ്പാട് അവിടെ വന്നിരിക്കുകയാണ്. ഭാവിയെക്കുറിച്ചുള്ള വെളിപ്പാട് എന്താണ്? ഗ്രേറ്റ് മിഷൻ ഗോഡ് ഹാസ് എൻട്രസ്റ്റഡ് യു. നിനക്ക് വലിയൊരു ദൗത്യം ദൈവം അവിടെ തരികയാണ്. ഉടൻ തന്നെ ഒരു ശബ്ദം കേട്ടു, ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്നുള്ളൊരു ശബ്ദം കേട്ടു. ശബ്ദം കേട്ടപ്പോഴേ കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനെ അയക്കണമേ. ദർസ് എ ഗ്രേറ്റ് സബ്മിഷൻ ടു ഗോ വിത്ത് എ മിഷൻ. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിലെല്ലാം പലപ്പോഴും പ്രാർത്ഥിക്കുക, നിൻ്റെ രാജ്യം വരയണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്ന ഉത്തരവാദിത്വത്തിന് ദൈവം നിങ്ങളെയും എന്നെയും ഭരമേൽപ്പിച്ചിരിക്കുകയാണെന്ന് നിങ്ങൾ ഒരിക്കലും മറന്നുപോകരുത്. ഈ തിരിച്ചറിവും ഈ ബോധവും ഈ ട്രാൻസ്ഫർമേഷനും ഈ അനുതാപവും ഈ ശുദ്ധീകരണവും അയക്കലും എല്ലാം വരുന്നത് ആരാധനയിലാണ്.
ആരാധനയിൽ വലിയൊരു ഡെലിവറൻസ് വന്നു ചേരുകയാണ്. ഇവിടെ യെശയ്യാവ് പറയാണ്, അടിയൻ ഇതാ, അടിയനെ അയക്കണമേ. നമ്മൾ പറയുന്നത് എന്തുവാ? അടിയൻ ഇതാ, അടിയൻ്റെ അയൽക്കാരനെ അയക്കണമേ. ഇതാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പോകത്തില്ല, എൻ്റെ അയൽക്കാരൻ വേണമെങ്കിൽ പോകും, എൻ്റെ സഹോദരൻ വേണമെങ്കിൽ പൊക്കോ, ഞാൻ പോകത്തില്ല. എനിക്കിവിടെ കുറേ കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ടുണ്ട്. എൻ്റെ ഭവനത്തിൽ കുറേ കാര്യം ക്രമീകരിക്കാനുണ്ട്. യേശുവിനെ അനുഗമിക്കുന്നതിന് മുമ്പ് ഉള്ള കാര്യങ്ങൾ നമുക്കറിയാം. യേശു പറഞ്ഞതാണ്, ഞാൻ നിലം വാങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നു, ഇതെല്ലാം എനിക്ക് തിരക്കാണ്, എൻ്റെ അപ്പൻ മരിച്ചിരിക്കുന്നു, ഞാൻ ഒന്ന് കുഴിച്ചിട്ടിട്ട് പൊക്കോളാം. ഇങ്ങനെ ഒരുപാട് എക്സ്ക്യൂസ് നമുക്ക് പറയാനായിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറയുകയാണ്, യഥാർത്ഥമായ ആരാധനയിൽ ആ റിയലൈസേഷൻ വന്നപ്പോഴേ ഒരു സബ്മിഷൻ അതിനോടുകൂടി വരികയാണ്. അടിയനെ അയക്കണമേ എന്നുള്ള മിഷനോടുകൂടി സബ്മിറ്റ് ചെയ്യാം. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഏത് രീതിയിലാണ് എന്നൊന്ന് വിശകലനം ചെയ്യാം. ആരാധനയിലുള്ള വെളിപ്പാടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആരാധനയിൽ ദൈവം നമ്മൾക്ക് വെളിപ്പെടുത്തുമ്പോഴേ, കർത്താവെ ഞാൻ അതിനു വേണ്ടി സബ്മിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ ആരാധനയുടെ ശക്തിയിൽ നിങ്ങൾ ഒരു ലെവൽ മേലോട്ട് പോവുകയാണ്. കഴിഞ്ഞ ഉപവാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഞാനിതാ പറഞ്ഞത്. ഉപവാസ സമയത്ത് ദൈവം വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ദൈവം പുതിയ കാര്യങ്ങൾ വെളിപ്പെടുത്തി ഒരു ലെവലിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ പോലെ, ആരാധനയിൽ ദൈവം നമ്മൾക്ക് കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുമ്പോൾ നമ്മളുടെ ഒരു വിമോചനം, ഒരു വിടുതൽ, ഒരു സ്വാതന്ത്ര്യം വരികയാണ്. പല കാര്യങ്ങളിലും ഒരു വിടുതൽ വരികയാണ്. ഇത് വലിയൊരു ഒരു മൂലക്കല്ല് പോലെ, അല്ലെങ്കിൽ പില്ലർ സ്റ്റോൺ പോലെ ഇരിക്കുകയാണ്. ഒരു ബിൽഡിങ്ങിനകത്ത് ചില പ്രധാനപ്പെട്ട പില്ലേഴ്സ് ഉള്ളതുപോലെ ഈ ആരാധന എന്ന് പറഞ്ഞ പില്ലർ നമ്മുടെ ഡെലിവറൻസിന് ഏറ്റവും ആവശ്യമാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആരാധനയ്ക്ക് ഇത്രയും പ്രാധാന്യം ഉണ്ടെന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ആരാധനയിൽ ദൈവം ഇടപെടുന്ന ഒന്നാണ്. ചെങ്ങല പൊട്ടും, ബന്ധനമഴിയും ആരാധനയെങ്കിൽ, ആരാധനയെങ്കിൽ തീ കത്തും ആരാധനയെങ്കിൽ. നമ്മൾ പാടുന്ന പാട്ടുകളാണ്. ആരാധനയിൽ വെളിപ്പാടുണ്ടാവും, നമ്മളെക്കുറിച്ച് തന്നെ ഒരു വെളിപ്പാടുണ്ടാവും. ആരാധനയിൽ ഒരു ശുദ്ധീകരണം ഉണ്ടാവും, ആരാധനയിൽ ഒരു മിഷൻ ഉണ്ടാവും. ഇതെല്ലാം ആരാധനയിൽ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ആരാധനകൾ ഏത് രീതിയിലാണ്? തീർമാനമായിട്ട് നമുക്കിതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഞാൻ ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ആരാധനയിലുള്ള വെളിപ്പാടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആരാധനയിൽ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് വെളിപ്പെടുന്നതിനെക്കുറിച്ച് അടുത്ത 1-2 എപ്പിസോഡിൽ നമുക്ക് ചിന്തിച്ച് ആരാധനയെക്കുറിച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ദർ ഇസ് പവർ ഇൻ വർഷിപ്പ്. ആരാധനയിൽ വലിയ ശക്തിയുണ്ട്. ഈ ശക്തി നമ്മളെ ഡെലിവർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ഏതെങ്കിലും ആരാധനയിൽ സംബന്ധിക്കാതെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തെ അറിയുന്ന കൂട്ടത്തോട് ചേർന്ന് ആരാധിക്കണമേ എന്ന് ഞാൻ പറയുകയാണ്. ബിംബങ്ങളെയല്ല ആരാധിക്കേണ്ടത്, അല്ലാതെ ഏതെങ്കിലും ട്രഡീഷനോ കെട്ടുകാഴ്ചകളെയോ അല്ല ആരാധിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ദൈവ ആത്മാവാകുന്നതിനാൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. നമ്മൾ അടുത്ത ഇനി 2 എപ്പിസോഡുകൾ പറയുമ്പോഴേ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് നമ്മൾ ആരാധിക്കേണ്ടതെന്ന് ഉള്ള എപ്പിസോഡുകളാണ് അടുത്ത് പറയുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്, ആരാധനയിൽ വലിയ വെളിപ്പാടുകൾ വരും. ഈ വെളിപ്പാട് നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതും നമ്മളെ ഡെലിവർ ചെയ്യുന്നതായിരിക്കും. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കർത്താവെ, ആരാധനയിലൊക്കെ നിൻ്റെ പ്രസൻസും നിൻ്റെ സാന്നിധ്യവും വന്നു ചേരുമ്പോഴേ അവിടെ പല കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളിലെ രൂപാന്തരങ്ങൾ നടക്കുന്നു നിങ്ങൾ കാണും. പല വിടുതലുകൾ നടക്കുകയാണ്, പല അമിക്കയറുകൾ പൊട്ടുകയാണ്, ചെങ്ങലകൾ അഴിഞ്ഞു വീഴുകയാണ്. ദൈവത്തിൻ്റെ വലിയ സ്വാതന്ത്ര്യം ഞങ്ങൾ ആരാധനയിൽ കൂടി ഏറ്റെടുക്കുകയാണ്. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ആരെങ്കിലും ഈ കെട്ടുകളിൽ പിണഞ്ഞിരിക്കുന്നുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വലിയൊരു റിലീസ് ഇന്ന് അവരുടെ ജീവിതങ്ങളിൽ കൊടുക്കണം കർത്താവെ. പല കാര്യങ്ങളും മുമ്പോട്ടുള്ള പ്രയാണത്തിൽ കർത്താവെ പലതും തളർന്നും ഉറങ്ങിയും ഇരിക്കുന്ന അനുഭവത്തിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. സ്വന്തമായിട്ടൊന്ന് തിരിച്ചറിഞ്ഞ് ഒരു പ്യൂരിഫിക്കേഷൻ പ്രാപിപ്പാൻ കർത്താവെ, ദൈവം ഒരു വലിയ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ആ ശുശ്രൂഷയിലേക്ക് പോകുവാനുമുള്ള വലിയ തിരിച്ചറിവെന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെയൊക്കെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും എന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവെ. അതിനാൽ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ആ പ്രിയപ്പെട്ടവരെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
പ്രത്യേകിച്ച് കർത്താവെ കടബാധ്യതയുമായി ബന്ധപ്പെട്ട് കർത്താവെ അവരെടുത്ത ബാധ്യതയല്ല, എന്നാൽ തലമുറകളായിട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന ചില ബാധ്യതകളുള്ള ചില കുടുംബങ്ങൾ ഇത് കാണുന്നു. പിതാവോ മാതാവോ എടുത്ത കടങ്ങളൊക്കെ ആയിരിക്കാം. അത് വലിയ പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്ന ചില കുടുംബങ്ങൾ ഇത് കാണും. യേശുവിൻ്റെ നാമത്തിൽ അറിയാത്ത വഴികളിൽ നിന്ന് അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെ കർത്താവെ ഈ ദിവസങ്ങളിൽ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം കർത്താവിലേക്ക് വിട്ടുകൊടുക്കുവാൻ, ഈ ശരീരത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ദൈവം ഒരുക്കിക്കൊള്ളുമെന്ന് ചിന്തിച്ച് ആത്മീയമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിപ്പാനായിട്ട് ആ കുടുംബങ്ങളെ ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില ശുശ്രൂഷയ്ക്കായിട്ട് താല്പര്യപ്പെട്ട് ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ഇതേ കാണും. നിങ്ങളെ ദൈവം ഒരു ശുശ്രൂഷയ്ക്ക് വിളിച്ചെങ്കിൽ ഇറങ്ങി പുറപ്പെടുക, ദൈവം ബാക്കി നോക്കിക്കോളും. അതിനെക്കുറിച്ച് വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആരെ അയക്കേണ്ടു, ആർ നമുക്കായി പോകും എന്നുള്ളതിൽ അടിയനെ അയക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങുന്നെങ്കിൽ, ദൈവസേനയിൽ നിങ്ങൾ വിട്ടുകൊടുക്കുന്നുണ്ടല്ലേ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ദൈവം ചെയ്യും. ആ ശുശ്രൂഷയ്ക്കായിട്ട് ഇത് ദൈവത്തിൻ്റെ ഉറപ്പാണ്, നിർണയമാണെന്ന് മനസ്സിലാക്കി ശുശ്രൂഷയ്ക്ക് സമർപ്പിച്ച് ദൈവസന്നിധിയിൽ കാത്തിരുന്നൊന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം വഴികളെ ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് ഒരുക്കി തരുമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഇവിടെ ഞാൻ നിങ്ങളുടെ പ്രവചിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കുകയും നിങ്ങൾക്ക് ഉത്തരം തരികയും ചെയ്യും. ചില വിവാഹങ്ങൾ നടക്കാതെ പ്രയാസപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന ചില മാതാപിതാക്കൾ, പല തടസ്സങ്ങൾ വന്നിരിക്കുകയാണ്. ആരെങ്കിലും ഒരാൾ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ച് പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചില കുഞ്ഞുങ്ങളെ വിവാഹം വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്നു. അവരെ ദൈവസന്നിധിയിൽ നീറ്റലോടുകൂടി പ്രയാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ എല്ലാം ദൈവം വലിയ റിലീസ് തരുമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ വലിയ കൃപ വ്യാപരിക്കട്ടെ, ദൈവത്തിൻ്റെ വലിയ ശക്തി വ്യാപരിക്കട്ടെ. കുടുംബമായി ആരാധിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ കർത്താവേ ഇവരെല്ലാം ഇടവരുത്തും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോ ഓർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ചില വ്യക്തികളിലെ ചില കുടുംബങ്ങളിലെ ഇന്ന് വിടുതൽ വന്നിട്ടുണ്ട്. നിങ്ങളത് ദയവായിട്ട് അറിയിക്കണം. ചില വിഷയങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം ഉത്തരം തന്നിട്ടുണ്ട്, അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അത്രയും ഉറപ്പായിട്ട് പറയുന്നത്. ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കട്ടെ. ഇത് തുടർമാനമായി കാണുക. ദൈവത്തിൻ്റെ മഹത്വം ആരാധനയിൽ കൂടി നമ്മളിലേക്ക് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഇനിയുള്ള അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നത്. ഇത് നിങ്ങൾ തുടർമാനമായി കാണാൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. പ്രയർ റിക്വസ്റ്റുകൾ ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.